നമസ്കാരം മക്കളെ, ഇത് ഉരുളൻകിഴങ്ങ് റോസ്റ്റാണ്. ന്യൂജൻ കുട്ടികൾക്കും അതുപോലെ പാചകം പഠിച്ചു ചെയ്ത കുട്ടികൾക്കുമൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഗ്രേവി മാത്രം മതി. നമുക്ക് ചോറ് കഴിക്കുമ്പോൾ ഇതിന് ഗ്രേവി കൂട്ടി പരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ള എണ്ണ. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഇത് ഉപയോഗിച്ച്, കുറച്ച് മതി. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കറി വെക്കാനൊന്നുമില്ല, ഈ ഒരു ഉരുളൻകിഴങ്ങ് റെസിപ്പി മതി. പിന്നെ ഒരു ചമ്മന്തിയോ ഒരു മുട്ട പൊരിച്ചതോ ഒരു രസമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ടിഫിൻ ബോക്സിൽ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്ക് കൊണ്ടുപോകാൻ നല്ല ഒരു റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അതിനായിട്ട് ഞാനൊരു 5 ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് 1/2 കിലോ അളവിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു 3 സവാള, പിന്നെ ഒരു വലിയ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും എടുത്തിട്ട് റോസ്റ്റ് ആകുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കണമല്ലോ, മേൺപടി ആണല്ലോ അത്. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് പുളിക്കായിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളിയും എടുത്ത് നമ്മൾ കുതിർത്ത് മാറ്റി വെക്കുന്നുണ്ട്, പുളിക്ക് ആയിട്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ തോലെല്ലാം നന്നായിട്ട് ഇങ്ങനെ ചുരണ്ടി കളയും കേട്ടോ. ചുരണ്ടി കളഞ്ഞാണ് എടുക്കുന്നത്. നമ്മൾ പഴയകാല ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പഴയ കാലങ്ങളിൽ നമുക്കെല്ലാം നിത്യം ഉള്ള ഒരു ഭക്ഷണമായിരുന്നല്ലോ, കറിയായിരുന്നല്ലോ ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചുരണ്ടി, അപ്പോൾ ഉരുളൻകിഴങ്ങിനകത്ത് വളരെയേറെ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയേറെ നല്ലതാണ്, റിച്ച് പ്രോട്ടീൻ ഉള്ളതാണിത്. അപ്പോൾ ഇതെല്ലാം കഴുകിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തത് വലിയ വലിയ പീസസ് ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. 4ആയിട്ട് കട്ട് ചെയ്തിട്ടോ 6ആയിട്ട് പിളർന്നിട്ടോ ഇത് കട്ട് ചെയ്യാം. ഇത് ഇച്ചിരി വലുപ്പമാണ് തോന്നുന്നു, ഈ ഒരു എണ്ണം ഞാൻ വലുതായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ ഉടനെ നമ്മൾ വെള്ളത്തിലിട്ട് കുറേ നേരം വെച്ചേക്കണം കേട്ടോ. അന്നേരം ഇതിന് കളറ് പോകാതിരിക്കാനും പിന്നെ ഇതിൻ്റെ സ്റ്റാർച്ച് കൂടുതലാണല്ലോ, അപ്പോൾ സ്റ്റാർച്ച് കുറച്ചൊക്കെ പോയി കിട്ടുകയും ചെയ്യും. ഒട്ടത്തുമില്ല കേട്ടോ, ഒട്ടലും സംഭവിക്കത്തില്ല. നല്ല തൊടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ സവാളയും അതുപോലെ തന്നെ ചോപ്പ് ചെയ്യുന്ന അതേ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കുനുകുനാന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ചതയ്ക്കുന്നുണ്ട്. നമുക്കിനി നമ്മളുടെ ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. പ്രത്യേകമാണ് നമ്മൾ വേവിച്ചെടുക്കും. കുക്കറിലിട്ടോ അല്ല ചരുവത്തിലിട്ടോ വേവിക്കാം. ചരുവത്തിൽ വെള്ളം വെച്ചു അതിലേക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഞാനിത് കുക്കറിലായിട്ട് വേവിച്ചു കേട്ടോ. കാരണം ഒരു വിസിലടിക്കുമ്പോൾ ഇതങ്ങ് വെന്ത് വരുമല്ലോ. അങ്ങനെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സമയത്ത് നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് പാൻ അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മാത്രം മതി. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മൂക്കണം കേട്ടോ. അതാണ് ഈ റോസ്റ്റിൻ്റെ പ്രത്യേകത. ഇത് നമ്മളിട്ട് നല്ലതുപോലെ ഇട്ട് മൂത്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇട്ട് കൊടുത്ത് ഇതങ്ങ് മൂപ്പിക്കും. കാരണം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കില്ല കേട്ടോ. അന്നേരം ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ പാടായിരിക്കും. നമ്മൾ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെയാണ് ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഈ സമയത്ത് നമ്മൾ ഉരുളൻകിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നോക്കാം. എന്നിട്ട് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി ഇതിൻ്റെ വെള്ളമെല്ലാം കളയണം. വെള്ളമയം പാടില്ല. അപ്പം നമ്മളത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി എന്നിവ ചേർത്ത് കൂട്ടി ഇളക്കിയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കെല്ലാം ചേർക്കാൻ കേട്ടോ. നമുക്ക് മസാലകളൊക്കെ വളരെ കുറച്ച് മതി. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തിട്ട് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. മൂത്ത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ പുളിക്ക് ആവശ്യത്തിന് റോസ്റ്റ് അല്ലേ, ആ പുളി നമ്മൾ സോക്ക് ചെയ്ത് ഈ കുതിർത്ത് വെച്ചിരുന്ന പുളി ചാറങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് ഇതിനകത്തെല്ലാം പുളി കിട്ടത്തക്ക രീതിയിൽ ഒന്നുകൂടെ നമ്മളിതങ്ങ് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഗ്രേവിയെല്ലാം. അപ്പോൾ അതെല്ലാം റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഉരുളൻകിഴങ്ങിനകത്ത് കൂട്ടി പുരട്ടുമ്പോൾ ഉരുളൻകിഴങ്ങിന് നമ്മൾ ഉപ്പ് ചേർത്താനും സവാളയ്ക്കും പിന്നീട് ഈ സവാള എല്ലാം മൂത്ത് കഴിഞ്ഞപ്പം നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ.
അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ നമ്മൾ അത് ഉപ്പ് ഇങ്ങനെയുള്ള ഡിഷസിനൊന്നും അത് ഉപ്പ് ചേർക്കരുത്. ഉപ്പ് ചേർത്ത് കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇതിൻ്റെ മസാലകളെല്ലാം നമ്മുടെ ഈ ഉരുളൻകിഴങ്ങിനകത്ത് പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ് റോസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് മാത്രം മതി മക്കളെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അമ്മയെ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും അതുപോലെ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതും ചെയ്യണം. അപ്പം ഞാൻ നാണ്ടിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് സെർവ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നമുക്കൊരു ദിവസം വെച്ചിരുന്നാലും ചീത്തയാകാതെ സൂക്ഷിച്ച് വെച്ചിരുന്ന് ഇത് ഉപയോഗിക്കാം. അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ മക്കളെ. അപ്പോൾ ഒരു തവണ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും, ചെയ്യാത്തവർക്ക് വേണ്ടിയാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും കുട്ടികൾ ആവശ്യപ്പെടും ഇതേ രീതിയിൽ ഉരുളൻകിഴങ്ങ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ലതാണ്, ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് ഉരുളൻകിഴങ്ങ്. അതിൻ്റെ സ്റ്റാർച്ച് അതുപോലെ തന്നെ പ്രോട്ടീൻ, നാരുകൾ എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം മക്കളെല്ലാവരും ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ പറഞ്ഞതുപോലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടില്ലേ, ഞാനിത് കഴിച്ച് നോക്കുവാണല്ലേ, നല്ല പോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, ഞാനതങ്ങ് കഴിക്കുകയാണ്. അപ്പം അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം മക്കളെ. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ.